അല്ല, ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും പ്രതികരിക്കുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു ശബ്ദം പുറത്തു വന്നിരിക്കുകയാണ്. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടേതാണ്. അബിൻ പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയായ കാര്യമല്ല കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ്. അതുമാത്രമല്ല, പരിഹാസത്തിന്റെ ചുവയുണ്ടായിരുന്നു ഇന്ന് അബിൻ വർക്കിയുടെ വാക്കുകളിൽ. അത് കേൾക്കാം. പണിയെടുക്കാതെ ഈ പാർട്ടിയിൽ ഏതായാലും പാർട്ടി ഉണ്ടാവില്ല. ഇപ്പൊ കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ല, യാഥാർത്ഥ്യമാണ്. കാരണം എന്താ, സത്യത്തിൽ നിങ്ങൾ ആലോചിക്കും, ഈ കൂടോത്രം വെക്കുന്നതിന് എന്നാ പാടാണ്. ഇപ്പൊ ഞാന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൂടോത്രം വെക്കാൻ തീരുമാനിക്കാം. അപ്പൊ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള് ജനന തീയതി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം. ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രം ആക്കണം. അപ്പൊ അതിന് മന്ത്രവാദിക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കണം. ഇനി ഞാൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവിടെ കുറെ സാധനങ്ങൾ തരുമല്ലോ, അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിലിയാടി കിടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് CCTV മറിഞ്ഞ് ഞാൻ കുഴിച്ചിടണം. അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പിറ്റേന്നാൾ മുതൽ രാഹുൽ മാങ്കൂട്ടം നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. എന്ന് ആലോചിച്ചേ. അത് മാത്രമല്ല, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം MP ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് MP-യുടെ കട്ടിലിന് താഴെ ഇത് ആരും കാണാതെ കൊണ്ടുവയ്ക്കണം. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ KPCC ഓഫീസിൽ അവിടെ വെക്കണമെങ്കിൽ ഈ KPCCയിൽ ഇത്രയും CCTV മറിച്ച് ഈ ഭാരവാഹികൾ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവയ്ക്കണം. സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും. ഈ പണിയെടുത്താൽ മതി. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാൻ. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21-ാം നൂറ്റാണ്ടാണെന്നും 2024 ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തി വേണം. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ. രണ്ട് പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൽകിയത്. ഡാൻ, എന്തായാലും മുതിർന്ന നേതാക്കൾ ഇപ്പോഴും മിണ്ടുന്നില്ല, ഒന്നും അവർ മൗനത്തിൽ ഒളിക്കുകയാണ്. പക്ഷേ അബിന്റെ വാക്കുകൾ അത് കുറുക്കി കൊള്ളുന്നതായി മാറിയിട്ടില്ലേ? അത് കൂടോത്രം വെച്ചവർക്ക് മാത്രമല്ല, ഈ കൂടോത്രം തേടിപ്പോയ കെ സുധാകരനിലും ചെന്നെത്തുകയാണല്ലോ ആ പരിഹാസത്തിന്റെ അമ്പ്. ഇതിൽ വസ്തുതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ സമ്മതം തന്നെയാണ് മൗനമായി ഇരിക്കാൻ മുതിർന്ന നേതാക്കളെ പ്രേരിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. രഹസ്യമായി ആണെങ്കിലും എല്ലാ നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. മുൻപ് KPCC അധ്യക്ഷന്മാരായിരുന്ന VM സുധീരനെതിരെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെയും സമാനമായ തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ VM സുധീരൻ പരസ്യമായി തന്നെ അദ്ദേഹം അതിൽ പ്രതികരണം നടത്തുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ പരസ്യമായി മാധ്യമങ്ങളെയൊക്കെ കാണിക്കുകയും ചെയ്തതാണ്. എന്തായാലും അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മൗനം വിട്ട് കൃത്യമായി ഒരു പ്രതികരണത്തിലേക്ക് കടക്കേണ്ടത് അനിവാര്യതയായി മാറുന്ന സാഹചര്യം ഉരുത്തിരിയും. സ്വാഭാവികമായി കോൺഗ്രസിലെ തന്നെ ഒരാളാണ്, കോൺഗ്രസിലെ തന്നെ ഒരു പ്രമുഖനാണ് KPCC അധ്യക്ഷനെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്തിയതെന്ന് കെ സുധാകരനോടൊപ്പം വന്നുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ബിബിൻ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ KPCC നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്.